ഇതിന് വിത്തുണ്ടോ? വിത്ത് വെച്ച് പൂത്ത് നല്ല മണമായിരിക്കും. 2-3 എണ്ണം ഇത് പൊടിച്ച് കളഞ്ഞിട്ട് കുത്തി വെച്ചാൽ മതി. പൊടിച്ചോ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഇടിയപ്പവും നല്ല കടലക്കറിയുമാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു മാരേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുളിച്ചിട്ട് വരാം. ഗായ്സ്, നമ്മൾ കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പോകുന്നത് കാറിലാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തുള്ള വിശേഷങ്ങൾ നോക്കാം. ഒരുങ്ങി കഴിഞ്ഞതോടെ ഞാനും ഉണ്ണിക്കുട്ടനും മാളവും കൂടെ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പോസിലൊക്കെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കാറിൽ ഈ ഒരു കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാഗം കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കേട്ടോ ഇന്നത്തെ കല്യാണം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ ആ ഒരു മണ്ഡപത്തിൽ കയറിയപ്പോൾ തന്നെ നല്ല എനിക്ക് അട്രാക്ഷൻ തോന്നിയത് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കെട്ടൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ സദ്യ കഴിക്കാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വലിയ മാരേജിന്. അങ്ങനെ കെട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞാറായിട്ടുണ്ട്. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ തള്ളിയൊന്തി അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കും കിട്ടിയ ഒരു സീറ്റ്. അപ്പോൾ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സദ്യക്ക്. അപ്പോൾ ആഹാരം ബാക്കി കഴിക്കുന്നതോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു കറികൾ വിളമ്പിയാൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ തിരിച്ച് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കുറേ നേരം ഇത്തിരി റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അടുത്ത അപ്പാപ്പയെടുത്ത് പറഞ്ഞിട്ട് മുകളിലത്തെ മൈലാഞ്ചി പറിക്കാൻ വേണ്ടി പോവാണ്. അന്ന് എന്തോ മൈലാഞ്ചി ഇട്ടതാണ്. പിന്നെ ഒരു ഇടാനായിട്ടൊരു കൊതി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പാപ്പയുടെ സുഹൃത്താണ് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്പൂപ്പൻ്റെ വീട്ടിലാണ് ഈ ഒരു മൈലാഞ്ചി നിൽക്കുന്നത് കേട്ടോ. ആ ഒരു വീട്ടിലെ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ ഇങ്ങനെ നട്ട് വളർത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് മൈലാഞ്ചി തരാനും അതെങ്ങനെയൊക്കെയാണ് നടുന്നതെന്നൊക്കെ വിവരിച്ച് പറയുന്നുണ്ട്. അത്യാവശ്യം നമ്മളുടെ മുതൽ കയ്യിലിടാനുള്ള മൈലാഞ്ചൊക്കെ നമ്മൾ പറിച്ച് വരാൻ നിന്നപ്പോഴത്തേക്കും ആ ഒരു അപ്പൂപ്പൻ നമുക്ക് കുറച്ചും കൂടെ പറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടിട്ട് നട്ടിട്ട് പൊടിക്കുന്നില്ല. കൊണ്ടുവരാം. പൊടിച്ചോ വെച്ചോ. പൊടിക്കാൻ വെക്കണ വേണം. ഇതിലല്ലേ പൊടിക്കാനുള്ള ഒറ്റ ഒരു കമ്പ് നോക്കി എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗം അതിൻ്റെ തൊലി അറുത്ത് കളഞ്ഞിട്ട് മണ്ണിൽ വെച്ചാൽ മുളയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു അപ്പൂപ്പൻ. കൂടുതലും മഴക്കാലത്താണ് ഈ ഒരു മൈലാഞ്ചി നല്ലതുപോലെ സുലഭമായിട്ട് വളർന്നു വരുന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. 2-3 എണ്ണം ഇത് പൊടിച്ച് കളഞ്ഞിട്ട് കുത്തി വെച്ചാൽ മതി. പൊടിച്ചോളൂ. പൊടിച്ചില്ലേ പറഞ്ഞാൽ ഇനിയും തരാം. ഇവിടെ നേരത്തെ തൈ ഉണ്ടായിരുന്നു. ഇതിന്റെ വിത്ത് പൊടിച്ച തൈ ഉണ്ടായിരുന്നു. ഇതിന് വിത്തുണ്ടോ? വിത്ത് വെച്ച് പൂത്ത് നല്ല മണമായിരിക്കും. ഇതിപ്പോ വലുതായല്ലേ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ആ ഒരു മൈലാഞ്ചി നടുന്ന രീതിയും എല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്കതും ആ ഒരു തണ്ടാണ് കൊണ്ട് നടുന്നത് കേട്ടോ പൊടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിന് വിത്തുണ്ടെന്നൊക്കെ അറിയില്ല. അത് അങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു കൊണ്ടുവന്ന മൈലാഞ്ചിയുടെ ഇലകളൊക്കെ നമ്മൾ ഇങ്ങനെ പറിച്ച് വയ്ക്കുവാണ്. അതിൻ്റെ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് കേട്ടോ എടുത്തിടുന്നത്. ഇത് കുഞ്ഞിലയായതുകൊണ്ട് തന്നെ നല്ല ടഫായിരുന്നു ഇടാനായിട്ട്. കുറേ നേരത്തെ ശ്രമം അവസാനം വിജയിച്ചു.
അപ്പോൾ നമ്മൾ കുറേ ഇലകൾ ഇതുപോലെ തന്നെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇലകളൊക്കെ അപ്പം തന്നെ അരച്ച് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കൊണ്ടുപോണത് കണ്ടു. എന്താണ് വിശേഷം നോക്കാം. അപ്പോൾ ഗായ്സ് എൻ്റെ അമ്മ അരയ്ക്കുവാണ് കേട്ടോ. അരയ്ക്കുമ്പോഴും നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. എന്നാൽ ലൂസായി പോകും തീരെ. ഇത് ഇച്ചിരി കട്ടിയായിട്ട് വേണം ഇരിക്കേണ്ടത്. എന്നാൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ എടുത്ത് ഇടാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഇച്ചിരി നേരം റെസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വച്ചിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അനിയത്തിയാണെങ്കിൽ ഒരുപാട് ഡിസൈൻസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൈലാഞ്ചി ഇങ്ങനെ ഇതുപോലെ ഒന്നും നിൽക്കത്തില്ല. അത് നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മൈലാഞ്ചിയിൽ മാത്രമേ ഇതുപോലെ ഡിസൈൻസൊക്കെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു മൈലാഞ്ചി ഫ്രിഡ്ജിൽ റെസ്റ്റ് എടുക്കണ നേരം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തിരുന്ന ആപ്പിളും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്കാണെങ്കിൽ അതുപോലെ തന്നെ റേഷൻ കടയിൽ പോകണമായിരുന്നു. കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മെഷീനിൽ ഇങ്ങനെ കൈ പതിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക തവണയും ഞാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട്. എൻ്റെ കൊറോണ ടൈമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് മാത്രമേ കൈ അടയാളം ഇങ്ങനെ വയ്ക്കാൻ പാടുള്ളൂ എന്ന റൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊറോണയൊക്കെ ഇച്ചിരി മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അങ്കിള് റേഷൻ കാർഡൊക്കെ നോക്കിയിട്ട് അതുപോലെ അടിക്കുവാണ്. അങ്ങനെ എൻ്റെ അവസരം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൈ വെച്ചു, സെറ്റായിട്ടോ. അങ്ങനെ സ്കാൻ ചെയ്ത് ഇതുപോലെ സെറ്റായാൽ മാത്രമേ അവരിതുപോലെ തന്നെ അരിയും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ. നമുക്ക് അരി തരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ ത്രാസും വടിയൊക്കെ എടുത്തിട്ട് അളവ് നോക്കി അരി തരുവാണ് കേട്ടോ. ഒരു റേഷൻ കടയിൽ നിന്ന് നമുക്ക് ചമ്പാവരി, പുഴുക്കലരി, ചെരിയും ഗോതമ്പും മാവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വഴിയിൽ നിന്നൊരു അപ്പൂപ്പനാണ് കേട്ടോ. നല്ല സംസാരിക്കുകയും കാര്യങ്ങളുമാണ്. പക്ഷെ വീഡിയോ ഓണാക്കുമ്പോൾ മാത്രം ആക്റ്റീവ് അല്ല. ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. അരിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആയിരിക്കും കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അച്ഛനെ ഞാൻ വിളിക്കുന്നുണ്ട്. ഇതുപോലെ വണ്ടി കൊണ്ടുവന്നാൽ അത്ര ഉപകാരമായിരിക്കും ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട്. അച്ഛൻ വന്നപ്പോഴത്തേക്കും നമ്മൾ മലക്കറി മേടിക്കാനായിട്ട് BRV മലക്കറി ആൻഡ് ഫ്രൂട്ട്സ് കടയിലോട്ട് പോയത്. ഇവിടെ വെജിറ്റബിൾസ് മാത്രമല്ല കിട്ടാറ്, ഇവിടെയാണെങ്കിൽ മുട്ട, തൈര് അതുപോലത്തെ കാര്യങ്ങളും കിട്ടാറുണ്ട്. ഇത് റീസെൻ്റ്ലി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ സ്പൈസസ് അതുപോലത്തെ കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ എല്ലാ മലക്കറി ഐറ്റംസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കടയിൽ കയറി മലക്കറിയൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കണം. മലക്കറിയൊക്കെ ഇതുപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അമ്മ 100 രൂപയ്ക്ക് മലക്കറിയും പിന്നെ കുറച്ച് വേറെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കടയിൽ നിന്ന്. എല്ലാം സെപ്പറേറ്റ് തിരിച്ച് ഓർഡറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ആ ഒരു തക്കാളിയും ഒക്കെ ഇരിക്കുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അമ്മയാണെങ്കിൽ മലക്കറിയൊക്കെ മേടിച്ച് നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത്. ഇവിടെ പഴവും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കടയാണ്. ശേഷം നമുക്കാണെങ്കിൽ കുറച്ച് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രാജൻ സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു കടയിലോട്ട് കയറി. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കുറച്ച് മേടിച്ചിട്ട് നമ്മൾ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഓണാക്കുന്ന എപ്പോഴാണോ അപ്പോഴിതാ ഇതുപോലെ ഇരിക്കും. പക്ഷെ നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വീഡിയോ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കും കേട്ടോ. അങ്ങനെ അമ്മയാണെങ്കിൽ കടയിലൊക്കെ പോകുന്നു. അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ എന്നെ കൊണ്ടുപോകാറുണ്ട്. എന്നെ എപ്പോൾ കൊണ്ടുപോയാലും ഞാനാണെങ്കിൽ അവിടെ ആ കട ഫുള്ളായി നിരീക്ഷിച്ചിട്ട് അമ്മയെടുത്ത് കെഞ്ചി ഓരോ സാധനങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോൾ അമ്മ വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് മേടിച്ച് തരില്ല. മേടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ പറയാറ്. ലാസ്റ്റ് സോപ്പിട്ട് മുട്ടായൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ അപ്പൂപ്പന് നമ്മൾ താറ്റയും കൊടുത്ത് നമ്മൾ തിരിക്കുവാണേ.
അങ്ങനെ നമ്മൾ വണ്ടിയിലും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈവനിങ് എന്താണ് കഴിച്ചതെന്ന് നോക്കാം. ഇപ്പോഴായിട്ടാണ് ഇവിടെ കറണ്ട് പോയത് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഈവനിങ് ടൈം ആയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ ചായ, അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കുടിക്കുന്നത്. അപ്പം നല്ല ചൂട് ചായ കൊണ്ടുവന്നിട്ടുണ്ട്, കുടിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ അച്ഛൻ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സ്നാക്സ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പൊതി, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നല്ല വാഴയിലിൽ പൊതിഞ്ഞ വടകളാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അതുപോലെ വാഴയ്ക്ക അപ്പവും പരിപ്പോടെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനാണെങ്കിൽ വാഴയ്ക്കപ്പവും പരിപ്പോടയും കൂടെ കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു വാഴയ്ക്കപ്പവും പരിപ്പോടയും മാത്രമേ തിന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയിൽ പോയി അമ്മയുടെ അടുത്ത് കാപ്പിയൊക്കെ ചോദിച്ചു. 2 ദോശയും ഉള്ളിക്കറിയും കിട്ടി. അപ്പോൾ ഗൈസ്, ഇത് രാത്രിയത്തെ ഡിന്നറാണ് കേട്ടോ. നല്ല ചൂട് ഉള്ളിക്കറിയും ദോശയും ഉണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, ചൂടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം മറന്നു പോയി കാണും, നമ്മുടെ മൈലാഞ്ചി ഇപ്പോഴും ഫ്രിഡ്ജിനകത്താണ് ഇരിക്കുന്നത്. അതിനെ എടുത്ത് നല്ല തണുപ്പോടെ കയ്യിലൊക്കെ ഇട്ടിരുന്നുണ്ട്. എനിക്ക് ഈ ഒരു മോഡലാണ് ഇഷ്ടം. നടുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കയ്യിൽ ഇതുപോലെ തൊപ്പി പോലെ വയ്ക്കുന്നതാണ് ഇഷ്ടം. ഒരു ദിവസം രാത്രി ഉറങ്ങാനായിട്ട് നല്ല കഷ്ടപ്പാടായിരിക്കും ഇത് വെച്ചോണ്ട്. അങ്ങനെ എല്ലാ കയ്യിലും തൊപ്പി വെച്ചു. വന്നിട്ട് 11:32 ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് കൈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കിടക്കാൻ പോകണ്ട ഗൈസ്, നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.